എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. കഴിഞ്ഞ ദശകങ്ങളിൽ 11ഉം 12ഉം ദശകങ്ങളിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ സനകാദികളുടെ ശാപം നിമിത്തം ഭൂമിയിൽ കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും പുത്രന്മാരായ ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപു എന്നും 2 അസുരന്മാരായി ജനിച്ചു. ആ ബാലന്മാർ പിന്നീട് അതിശക്തന്മാരായി വളർന്നു വന്നു. മഹാദുഷ്ടന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. മൂത്തവനായ ഹിരണ്യകശിപുവിനേക്കാൾ അക്രമിയായിരുന്നു ഇളയവനായ ഹിരണ്യാക്ഷൻ. നല്ലവരെയും സാത്വികരെയും പ്രത്യേകിച്ച് സന്യാസിമാരെയും ഋഷിമാരെയും അവർ കണക്കറ്റ് ദ്രോഹിച്ചു. ഇതിനിടെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അവർ ഉഗ്രമായ വരങ്ങളും സമ്പാദിച്ചു. അതോടുകൂടി അവർ അഹങ്കാരികളായി തീർന്നു. ലോകത്തിൽ അവരെ എതിർക്കാൻ ആരുമില്ലെന്നായി. ശുക്രാചാര്യനായിരുന്നു അവരുടെ ഗുരു. കയ്യിൽ വലിയൊരു ഗദയുമായി അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടവരെയൊക്കെ പോരിന് വിളിച്ചു. എല്ലാവരും പേടിച്ചോടിയതല്ലാതെ ഹിരണ്യാക്ഷനോട് യുദ്ധത്തിന് തയ്യാറായില്ല. ഒടുവിൽ സമുദ്രത്തിലിറങ്ങിയ ഹിരണ്യാക്ഷൻ അരിശം തീർക്കാനായി സമുദ്രദേവനായ വരുണനെ പോരിന് വിളിച്ചു. അപ്പോൾ വരുണൻ പറഞ്ഞു, ഹിരണ്യാക്ഷ, നീ ദുർബലരായ ഞങ്ങളെ പോരിന് വിളിച്ച് വലിയ വീരൻ ചമയേണ്ടതില്ല. ധൈര്യമുണ്ടെങ്കിൽ പോയി മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യൂ. അദ്ദേഹം നിന്റെ ഈ അഹങ്കാരം തീർത്തുകൊള്ളും, അത് തീർച്ചയാണ് എന്ന്. വരുണദേവനിൽ നിന്നും ഇത് കേട്ടപ്പോൾ അന്ന് മുതൽ ഹിരണ്യാക്ഷൻ ഭഗവാനെ മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നാരദ മഹർഷിയെ കണ്ടുമുട്ടുന്നത്. അതാണ് നമ്മൾ ഈ 1ാമത്തെ ശ്ലോകത്തിൽ കാണാൻ പോകുന്നത്. അതായത് ഈ ദശകം 13 ഹിരണ്യാക്ഷനുമായി ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷനെ വധിക്കുന്നതും മഹർഷിമാർ ഭഗവാനെ സ്തുതിക്കുന്നതുമാണ് നമ്മൾ ഈ ദശകത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 1. ഹിരണ്യാക്ഷം താവത് വരദഭവത് അന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജജംഗാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർ നാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജനഭി നിന്ദം സ്തവ ബലം. ഹിരണ്യാക്ഷം താവത് വരദ ഭവത് അന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജജംഗാ പരിമിതേ ഭവത് ഭക്തോ ഭവത് ഭക്തഃ ഗത്വാ കപടപടുദിഃ നാരദമുനിഃ ശനൈഃ രൂജേ നന്ദൻ ധനുജൻ അഭി നിന്ദൻ തവ ബലം. അർത്ഥം, താവത് എന്നാൽ അപ്പോൾ, ആ സമയത്ത്, അതായത് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭവത് ഭക്തഃ, ഭഗവാനെ അങ്ങയുടെ ഉത്തമ ഭക്തനും, കപടപടുദിഹി, കാപട്യം കാണിക്കാൻ മിടുക്കുള്ള, ബുദ്ധിയുള്ളവനുമായ എന്ന് വെച്ചാൽ, കാപട്യം കാണിക്കാൻ മിടുക്ക് എന്ന് വെച്ചാൽ ഭഗവാന്റെ ഇച്ഛ ഈ ലോകത്ത് നടക്കണം. ആ നിയോഗമനുസരിച്ച് കാര്യങ്ങൾ നടക്കാനും എല്ലാവരും പ്രവർത്തിക്കാനും വേണ്ടി ചില കാപട്യങ്ങൾ അഭിനയിച്ചുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തെത്തി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ മിടുക്കുള്ള, അതിനുള്ള ബുദ്ധിയുള്ള ശ്രീ നാരദ മുനിഹി, ആ നാരദ മഹർഷി. അപ്പൊ നാരദമുനി കാപട്യം, കള്ളത്തരം കാണിക്കണമെന്നല്ല, ഭഗവാന്റെ ഇച്ഛ നടക്കണം. അതിനു വേണ്ടി ഓരോരുത്തരെ കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കാനായി ഒരു കാപട്യം അഭിനയിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളവനാണ് നാരദ മഹർഷി. അതാണ് ഇവിടെ കപടപടുദിഹി എന്ന് പറയുന്നത്. കാപട്യം കാണിക്കാൻ മിടുക്കുള്ളവനും ഭഗവാന്റെ പരമഭക്തനുമായ ശ്രീ നാരദ മഹർഷി, വരദ, അല്ലയോ ഭഗവാനെ, ഭവദന്വേഷണ പരം, അങ്ങയെ ഇങ്ങനെ അന്വേഷിച്ചു നടക്കുന്ന നിജ ജംഗാ പരിമിതേ, തൻ്റെ കണങ്കാലോളം മാത്രം സാംവർത്തേ പയസി,
വെള്ളമുള്ള ആ പ്രളയ ജലത്തിൽ, ഇപ്പൊ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന തൻ്റെ കണങ്കാലിൻ്റെ അത്ര മാത്രം വെള്ളമുള്ള ആ പ്രളയ ജലത്തിൽ ചരന്തം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുന്നവനായ ഹിരണ്യാക്ഷനെ ഗത്വ പ്രാപിച്ചു എന്നാൽ അടുത്തേക്ക് ചെന്നു എന്ന്. നാരദ മഹർഷി ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് പ്രളയജലത്തിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഹിരണ്യാക്ഷന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ധനുജം എന്നാൽ ആ ഹിരണ്യാക്ഷനെ നന്ദൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്ലാഘിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഹിരണ്യാക്ഷന് താല്പര്യമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. തവ ബലം നിന്ദൻ, ഭഗവാനെ അങ്ങയുടെ ബലത്തെ ഒന്ന് താഴ്ത്തിയും നിന്ദിച്ചുകൊണ്ട് പതുക്കെ ഒന്ന് താഴ്ത്തിക്കൊണ്ടും ശനൈഹി പതുക്കെ സാവകാശത്തിൽ ഊജേ പറഞ്ഞു എന്ന്. അപ്പോ നാരദ മഹർഷി ഭഗവാന്റെ പരമഭക്തനും മറ്റുള്ളവർക്ക് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ കാര്യങ്ങളെ പറഞ്ഞുപദേശിച്ചു കൊടുക്കാൻ കഴിവുള്ള നാരദ മഹർഷി ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് പ്രളയജലത്തിൽ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന ഹിരണ്യാക്ഷന്റെ അടുത്ത് ചെന്നിട്ട് ഹിരണ്യാക്ഷനെ ഒന്ന് പുകഴ്ത്തിയും ഭഗവാന്റെ ശക്തിയെ ബലത്തെ ഒന്ന് താഴ്ത്തിയും പതുക്കെ ഒന്ന് സംസാരിച്ചു. ഹിരണ്യാക്ഷനിൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ സംസാരിച്ചത്. ശ്ലോകം 2. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതി പ്രഭോ കഷ്ടം കഷ്ടം കിമിദം ഇതി തേനാഭിഗദിതഃ നദൻ ക്വാസൗ ഇതി സമുനിനാ ദർശിതപദോ ഭവന്തം സംപ്രാപൻ ധരണീധരം ഉദ്യന്തമുദകാത്. സഹ മായാവി വിഷ്ണുഹു ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിം ഇദം ഇതി തേന അഭിഗദിതഃ നദൻ ക്വാ അസൗ ഇതി സ മുനിനാ ദർശിതപദഃ ഭവന്തം സംപ്രാപൻ ധരണീധരം ഉദ്യന്തം ഉദകാത്. അർത്ഥം, സഹ മായാവി വിഷ്ണുഹു, അതായത് ഇവിടെ നാരദ മഹർഷി ഹിരണ്യാക്ഷനോട് പറയുക എന്നാൽ പ്രകോപിപ്പിക്കുക. ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ നാരദ മഹർഷി ഹിരണ്യാക്ഷനെ ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹ മായാവി വിഷ്ണുഹു, ആ മായാവിയായ വിഷ്ണു ഭവദീയാം വസുമതി ഹരതി, ഭവദീയാം അങ്ങയുടേതായ, ഹിരണ്യാക്ഷനോട് പറയാണ് അങ്ങയുടെ സ്വന്തമായ വസുമതി ആ ഭൂമിയെ ഹരതി ഇതാ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന്. അപ്പോ നാരദ മഹർഷി ഹിരണ്യാക്ഷനോട് പറയാണ്, നോക്കൂ ആ മായാവിയായ വിഷ്ണു. അപ്പൊ കേൾക്കുന്ന ഹിരണ്യാക്ഷന് മഹാവിഷ്ണു ഒരു മായാവി, ഒരു കപടനാണ് എന്ന് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ നാരദ മഹർഷി അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഹിരണ്യാക്ഷനെ ഭഗവാൻ ഒരു മായാവലയത്തിൽ പെടുത്തിയിരിക്കുകയാണ് അല്ലെ. മായയുടെ തന്നെ ഈശ്വരനാണ് ഭഗവാൻ, അതാണ് മായാവി എന്ന് പറയുന്നത്. പക്ഷെ കേൾക്കുന്ന ഹിരണ്യാക്ഷന് ഭഗവാൻ ഒരു മായാവിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ മായാവിയായ വിഷ്ണു അങ്ങയുടെ സ്വന്തമായ ഭൂമിയെ, ഹിരണ്യാക്ഷന്റെ സ്വന്തമായിട്ടുള്ള ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. പ്രഭോ കഷ്ടം കഷ്ടം, അല്ലയോ സ്വാമി കഷ്ടം തന്നെയാണ് ഇത്. ഇതം കിം എന്നാൽ ഇത് എന്താണ്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നർത്ഥത്തിൽ ഇതം കിം, ഇത് എന്താണിത്. ഇതി തേന അഭിഗദിതഃ, ഇപ്രകാരം ആ നാരദ മഹർഷി അസുരനെ അഭിഗദിതഃ എന്ന് വെച്ചാൽ നോക്കി പറഞ്ഞു. അപ്പോൾ അപ്പൊ ഇപ്രകാരം നാരദ മഹർഷി ഹിരണ്യാക്ഷനോട് പറയാണ്, ആ മായാവിയായ മഹാവിഷ്ണു അങ്ങയുടെ സ്വന്തമായ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, ഇത് കഷ്ടം തന്നെയാണ് പ്രഭു, ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നാരദ മഹർഷി ഇപ്രകാരം ഹിരണ്യാക്ഷനെ നോക്കി പറഞ്ഞു. അപ്പോൾ സഹ അവൻ ഹിരണ്യാക്ഷൻ ക്വാ അസൗ എവിടെയാണ് അവൻ എന്ന് ഇതിനതൻ ഇപ്രകാരം ഗർജിച്ചുകൊണ്ട്, മഹാവിഷ്ണു എവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് മുനിനാ ദർശിത പദഃ, നാരദ മഹർഷി കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ചെന്നപ്പോൾ ധരണീധരം
ധരണീധരൻ എന്ന് വെച്ചാൽ ആ ഭൂമിയെ തൻ്റെ തേറ്റമേലേറ്റിക്കൊണ്ട് ഉദകാത് ഉദ്യന്തം ആ പ്രളയജലത്തിൽ നിന്നും പൊന്തി വരുന്ന ഭവന്തം സംപ്രാപത് ആ ഭഗവാനെ അങ്ങയെ സംപ്രാപത് എന്ന് വെച്ചാൽ കണ്ടു എന്ന്, അങ്ങയുടെ അടുത്തേക്ക് എത്തി എന്നർത്ഥം. അപ്പോ നാരദ മഹർഷി ഹിരണ്യാക്ഷനോട് പറഞ്ഞത് ഇതാണ്, ആ മായാവിയായ, നോക്കൂ ഹിരണ്യാക്ഷ, ആ മായാവിയായ വിഷ്ണു അങ്ങയുടെ സ്വന്തമായ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഇത് കഷ്ടം തന്നെയാണ്, എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പൊ നാരദ മഹർഷിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഹിരണ്യാക്ഷന് ദേഷ്യം വന്നു. എവിടെയാണ് ആ വിഷ്ണു, എവിടെയാണ് ആ വിഷ്ണു എന്ന് ചോദിച്ച് ഗർജിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ നാരദ മഹർഷി കാണിച്ചു തന്ന വഴിയിലൂടെ ഭഗവാനെ അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടത് ഭൂമിയെ തൻ്റെ തേറ്റമേലേറ്റിക്കൊണ്ട് ആ പ്രളയജലത്തിൽ നിന്നും പൊന്തി വരുന്ന ഭഗവാനെയാണ്. അങ്ങനെ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്നു. ശ്ലോകം 3. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരേ ദുരുക്തൈർവിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ ആധായ പ്രസവമുദയുങ്ക്താ മൃധവിധൗ. അഹോ ആരണ്യഃ അയം മൃഗഃ ഇതി ഹസന്തം ബഹുതരൈഃ ദുരുക്തൈഃ വിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ ആധായ പ്രസഭ ഉദയുങ്ക്താ മൃധവിധൗ. അഹോ കഷ്ടം. അതായത് ഹിരണ്യാക്ഷൻ ഭഗവാനെ കാണുകയാണ് ആദ്യമായിട്ട്. അപ്പോൾ വരുണദേവനിൽ നിന്നും നാരദ മഹർഷി ഭഗവാന്റെ ആ ശക്തിയെ ഒന്ന് താഴ്ത്തി പറഞ്ഞെങ്കിലും ഭഗവാന്റെ രൂപത്തെക്കുറിച്ചൊക്കെ നാരദ മഹർഷിയിൽ നിന്ന് കേട്ടതും വരുണദേവനിൽ നിന്ന് കേട്ടതും ഒക്കെ അത്രയും വലിയ ഒരു മഹാശക്തിമാനായിട്ടുള്ള ഒരു ആളുടെ രൂപമാണ് ഹിരണ്യാക്ഷൻ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഭൂമിയെ തൻ്റെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വരാഹമായിട്ടാണ് ഹിരണ്യാക്ഷൻ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഭഗവാനെ ഒന്ന് കളിയാക്കുകയാണ് ഹിരണ്യാക്ഷൻ ഇവിടെ. അഹോ കഷ്ടം തന്നെ. അയം ആരണ്യഃ മൃഗഃ, ഇതൊരു കാട്ടുമൃഗമാണല്ലോ. ഇതി ഹസന്തം എന്നിങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ബഹുതരേ പലതരത്തിലുള്ള ദുരുക്തൈഹി, അതായത് ദുർവാക്കുകളാൽ വിദ്യന്തം വേദനപ്പെടുത്തുന്നവനായിട്ട്, അതായത് ഇതാണോ എനിക്കൊത്ത എതിരാളി, ഈ ഒരു വരാഹത്തെയാണോ എനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള ദുർവാക്കുകളാൽ വേദനിപ്പിക്കുന്നവനായിട്ട് ദിതിസുതം, ആ ദിതിയുടെ പുത്രനായ ഹിരണ്യാക്ഷൻ അവജ്ഞായ ഹിരണ്യാക്ഷനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദിതിസുതം, ആ ഹിരണ്യാക്ഷനെ അവജ്ഞായ എന്ന് വെച്ചാൽ അവഗണിച്ചിട്ട് കണക്കാക്കാതെ ഭഗവാനെ അവിടുന്ന് മഹീം ദംഷ്ട്രാ ശിരസി, ഭൂമിയെ തൻ്റെ തേറ്റമേലിരിക്കുന്ന ഭൂമിയെ ദംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് ചകിതാം ദൃഷ്ട്ര, അതായത് ചകിതാം ദൃഷ്ട എന്നാൽ പേടിച്ചു വിറക്കുകയാണെന്ന്, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹിരണ്യാക്ഷൻ തന്നെ ഉപദ്രവിക്കോ എന്ന് വിചാരിച്ച് ഭഗവാന്റെ തേറ്റമേലിരുന്ന് ആ തുമ്പിലിരുന്ന് ഭൂമിദേവി ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നതാണ് ഭഗവാൻ കണ്ടത്. അതാണ് മഹീം ദംഷ്ട്രാ ശിരസി, ആ ഭൂമിയെ ദംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് ചകിതാം ദൃഷ്ട, കിടന്നിങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നതായി ഭഗവാൻ കണ്ടിട്ട് സ്വേന മഹസ, തൻ്റെ ആ ശക്തിയാൽ പ്രഭാവത്താൽ പയോധൗ ആ സമുദ്രജലത്തിൻ്റെ മീതെ ആധായ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി, അതായത് ഭൂമിയെ ആദ്യമായി സുരക്ഷിതമായൊരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തി എന്നർത്ഥം. എന്നിട്ട് പ്രസഭം തൽക്ഷണം അധിക സമയം കളയാതെ മൃധവിധൗ യുദ്ധം ചെയ്യുന്നതിന് ഉദയുങ്ക്ത ഒരുങ്ങി പുറപ്പെട്ടു എന്ന്.
മനസ്സിലായ? അപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാനെ ആദ്യമായിട്ട് കണ്ടത് വരാഹ രൂപത്തിലായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഹിരണ്യാക്ഷൻ ഒന്ന് കളിയാക്കി, കഷ്ടം തന്നെ, ഇതൊരു കാട്ടുമൃഗാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് ചിരിച്ചു. എന്നിട്ട് പല വിധത്തിലുള്ള ദുർവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കുന്ന ഹിരണ്യാക്ഷനെ ഭഗവാൻ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ കാണുന്നത് ഹിരണ്യാക്ഷന്റെ ഈ വാക്കുകളൊക്കെ കേട്ട് തൻ്റെ തേറ്റയുടെ തുമ്പിൽ ഇരുന്ന് പേടിച്ച് വിറയ്ക്കുന്ന ഭൂമിദേവിയെ ആയിരുന്നു. അപ്പൊ ആദ്യം ഭൂമിദേവിയെ സുരക്ഷിതമാക്കണം. അതിനായിട്ട് ഭഗവാൻ ഹിരണ്യാക്ഷനെ ഒന്ന് അവഗണിച്ചു. കണക്കാക്കാതെ ഭൂമിദേവിയെ ആ സമുദ്രജലത്തിന് മീതെ ഉറപ്പിച്ച് സുരക്ഷിതമായി വെച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അധിക സമയം കളയാതെ ഹിരണ്യാക്ഷനോട് യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടു. ശ്ലോകം 4. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗദൗ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഗുഷ്ട വിയതാ രണാലോകൗത്സുക്യാത് മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ. ഗദാപാണൗ ദൈത്യേ ത്വം അഭി ഹി ഗൃഹീത ഉന്നതഗതോ ഗദ ഗൃഹീത ഉന്നതഗത നിയുദ്ധേന ക്രീഡൻ ഘടഘട രവ ഉദ്ഗുഷ്ട വിയത രണ ആലോക ഔത്സുക്യാത് മിളതി. രണാലോകൗത്സുക്യാത് മിളതി എന്നാൽ രണ ആലോക ഔത്സുക്യാത് മിളതി സുരസംഗേ ദ്രുതം അമും നിരുന്ധ്യാഹ സന്ധ്യാതഃ പ്രഥമം ഇതി ധാത്രാ ജഗദിഷേ. അർത്ഥം, ദൈത്യേ ഗദാപാണൗ, അതായത് ദൈത്യേ ആ അസുരൻ ഹിരണ്യാക്ഷൻ ആ യുദ്ധത്തിനായി കയ്യിൽ ഒരു ഗദയുമായി വന്നപ്പോൾ, ഹിരണ്യാക്ഷൻ ഗദായുദ്ധത്തിനാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ ത്വം അഭി ഭഗവാനെ അങ്ങും ഗൃഹീത ഉന്നത ഗദ ഒരു വലിയ ഊക്കൻ ഗദ കൈക്കൊണ്ടു. ഭഗവാൻ കയ്യിൽ ഒരു ഊക്കൻ ഗദയും എടുത്തു, സ്വീകരിച്ച് ഘടഘട രവ ഉദ്ഗുഷ്ടവിയത ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘടഘട ശബ്ദത്താൽ ആകാശത്ത് ഒച്ചപ്പാടുണ്ടാകുന്ന വിധത്തിൽ നിയുദ്ധേന ആ ദ്വന്ദ്വയുദ്ധത്തിൽ ക്രീഡൻഹി ഭഗവാൻ വിഹരിച്ചു. എന്ന് വെച്ചാൽ ഭഗവാന് ക്രീഡൻ എന്ന് വെച്ചാൽ കളിക്കുക, യുദ്ധം എന്നതൊരു കളിയായിരുന്നു ഭഗവാന്. അപ്പോൾ രണ്ടുപേരും ആദ്യം ഗദായുദ്ധമാണ് തുടങ്ങിയത്. അപ്പൊ പരസ്പരം ഗദകൾ കൂട്ടിമുട്ടിയപ്പോൾ ആകാശത്താകെ ഘടഘട ശബ്ദമാണ് ഉണ്ടായത്. ആ ശബ്ദം ആ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവർ അങ്ങനെ ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ രണ ആലോക ഔത്സുക്യാത് യുദ്ധം കാണാനുള്ള കൗതുകത്താൽ സുരസംഖ്യേ ദേവന്മാർ കൂട്ടം കൂട്ടമായി മിളതി അവിടെ വന്നു ചേർന്നു. ആകാശത്തിലൊക്കെ, അതായത് ഭഗവാൻ തൻ്റെ കർമ്മം പൂർത്തിയാക്കുന്ന ജന്മലക്ഷ്യം അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നത് കാണാനായിട്ട് ദേവന്മാരൊക്കെ അവിടെ ആകാശത്ത് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കെ ദ്രുതം ക്ഷണത്തിൽ സന്ധ്യാതഃ പ്രഥമം സന്ധ്യയാകുന്നതിനു മുൻപേ അമും നിരുദ്ധ്യാഹ ഇവനെ വധിക്കേണമേ ഇതി എന്ന് ഇപ്രകാരം ധാത്ര ആ ബ്രഹ്മാവ് ജഗദിഷേ ഭഗവാന് അങ്ങയോട് ഉണർത്തിച്ചു എന്ന്. അപ്പോ ഹിരണ്യാക്ഷൻ ഗദായുദ്ധത്തിനാണ് വന്നത്. വലിയൊരു ഗദയും കയ്യിലേന്തി ഹിരണ്യാക്ഷൻ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഭഗവാനും ഒരു ഊക്കൻ ഗദ കയ്യിലെടുത്തു. എന്നിട്ട് അവർ തമ്മിലുള്ള ഗദായുദ്ധം തുടങ്ങിയപ്പോൾ ആകാശമാകെ ഈ ഗദകൾ കൂട്ടിമുട്ടുന്ന ഘടഘടരവമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ആ യുദ്ധം കാണാനായിട്ട് ദേവന്മാരും കൂട്ടം കൂട്ടമായി ആകാശത്ത് വന്ന് നിന്നു. അതിൽ ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് സന്ധ്യയാവാറായി, സന്ധ്യാസമയമാവുമ്പോൾ അസുരന്മാർക്ക് ശക്തി കൂടുന്ന സമയമാണ്. അപ്പൊ അതിനു മുൻപേ തന്നെ, സന്ധ്യയ്ക്ക് മുൻപേ തന്നെ അങ്ങ് എത്രയും പെട്ടെന്ന് അവനെ വധിച്ചാലും എന്ന് ബ്രഹ്മാവ് ഭഗവാനെ ഉണർത്തിച്ചു. ഭഗവാനോട് പറയണം, ഓർമ്മപ്പെടുത്തുകയും ചെയ്തു.
സന്ധ്യയാവുമ്പോൾ അസുരന്മാരുടെ ശക്തി കൂടും എന്ന ഈ കാര്യം ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല. എന്നാൽ പോലും ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് ഒന്ന് ആ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവൻ ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അതൊരു ലോകസാധാരണമാണ് അല്ലേ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത് ആ അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്, അല്ലാതെ ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല അത്. പക്ഷേ ബ്രഹ്മാവ് അവർ തമ്മിലുള്ള ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ശ്ലോകം 5. ഗദോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാമഹഹ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനച്ഛനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. ഗദോന്മാർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാം അഹഹ ഭോ മൃദുസ്മേരസ്യഃ ത്വം ധനുജകുല നിർമൂലനച്ഛനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ. തസ്മിൻ ഗദോന്മാർദ്ദേ, ആ ഗദായുദ്ധത്തിൽ, ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള ആ ഗദായുദ്ധത്തിൽ, തവ ഗദായാം ഖലു, ഭഗവാനെ അങ്ങയുടെ ഗദയാകട്ടെ, ദിദിഭുവഃ, ആ ദൈത്യന്റെ ഗദാഘാതാത്, ആ ദൈത്യന്റെ ഹിരണ്യാക്ഷന്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ്, ജഡിതി ഭൂമോ, പെട്ടെന്ന് നിലത്ത്, പതിതായാം, വീണുപോയി എന്ന്. അപ്പൊ യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഹിരണ്യാക്ഷന്റെ ഗദയേന്തിക്കൊണ്ടുള്ള ഊക്കൻ അടി കൊണ്ട് ഭഗവാന്റെ ഗദ താഴേക്ക് വീണുപോയി എന്ന്. അത് കേൾക്കുമ്പോൾ അതിനർത്ഥം ഭഗവാൻ തന്നെ ഹിരണ്യാക്ഷന്റെ അഹങ്കാരത്തെ അങ്ങ് കൂട്ടിയിട്ട്, അതായത് ഹിരണ്യാക്ഷനെ തൻ്റെ മുന്നിൽ ഭഗവാൻ ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, താൻ ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഹിരണ്യാക്ഷൻ തൻ്റെ അഹങ്കാരത്തിന്റെ ആ മൂർധന്യാവസ്ഥയിൽ എത്താനായിട്ട് ഒന്ന് തോറ്റുകൊടുക്കാൻ വേണ്ടി അഭിനയിച്ചതായിരുന്നു. അങ്ങനെ ഹിരണ്യാക്ഷന്റെ ഗദ കൊണ്ടുള്ള ഊക്കനടിയേറ്റ് ഭഗവാന്റെ ഗദ താഴെ വീണു പോയപ്പോൾ അഹഹബോ, ഇവിടെ മേൽപ്പത്തൂരാണ് അത് പറയുന്നത്, ആശ്ചര്യം തന്നെ എന്ന്. എന്നിട്ട് ഈ സമയം മൃദുസ്മേര സ്യഹ ത്വം, അതായത് ഭഗവാൻ അവിടെ നിന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ധനുജ കുല നിർമൂലന ക്ഷണം, അസുരവർഗത്തെ മുച്ചൂടും വേരറക്കുന്നതിൽ, അതായത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ പേരെടുത്ത മഹാചക്രം, ആ മഹത്തായ സുദർശന ചക്രത്തെ സ്മൃത്വ, മനസ്സിൽ ധ്യാനിച്ചപ്പോൾ, കരഭുവി, അത് ഉടൻ തന്നെ ഭഗവാന്റെ കയ്യിൽ വന്നു. അങ്ങനെ തൃക്കൈയിലേന്തിക്കൊണ്ട് ദധാന, കരഭുവി ദധാന, ആ സുദർശന ചക്രത്തെ തൃക്കൈയിലേന്തിക്കൊണ്ട് രുരുചിഷേ, ഭഗവാൻ അങ്ങനെ വിളങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷന് യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഒരു സന്തോഷമുണ്ടാക്കാൻ വേണ്ടി, അപ്പോൾ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം വരുമ്പോൾ ഹിരണ്യാക്ഷന്റെ അഹങ്കാരം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തും. ഇവിടെ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ എന്ന അവന്റെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരത്തെയാണ് ഭഗവാൻ ഇവിടെ വധിക്കുന്നത്. അപ്പൊ അത് വധിക്കണമെങ്കിൽ അവന്റെ ഉള്ളിലെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതാവണമെങ്കിൽ ആ അഹങ്കാരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തണം. അതിനുവേണ്ടി ഭഗവാൻ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനായി ആദ്യം ഹിരണ്യാക്ഷന്റെ അടി കൊണ്ട് ഭഗവാന്റെ ഗദ തെറിച്ച് താഴെ വീണു. അപ്പൊ ഹിരണ്യാക്ഷന് കൂടുതൽ ആത്മവിശ്വാസം വന്നു. അപ്പൊ അഹങ്കാരവും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉള്ളിലെ ഞാനെന്ന അഹങ്കാരത്തെ, എൻ്റെ ശക്തി എന്ന അഹങ്കാരത്തെ തീർത്തും ഇല്ലാതാക്കണമെങ്കിൽ ആ ശക്തി ആ അഹങ്കാരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തണം. അതിനായിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. അത് കണ്ടപ്പോൾ മേൽപ്പത്തൂർ തന്നെ അയ്യോ ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞുപോയി. അപ്പോഴേക്കും ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈ അസുരവർഗത്തെ പൂർണ്ണമായി ഉന്മൂലനാശം ചെയ്യാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ പേരെടുത്ത മഹത്തായ ആ സുദർശന ചക്രത്തെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ഉടൻ തന്നെ സുദർശന ചക്രം ഭഗവാന്റെ കയ്യിൽ വന്നു. അങ്ങനെ സുദർശന ചക്രം തൃക്കൈയിൽ എന്തിക്കൊണ്ട് ഭഗവാൻ അവിടെ വിളങ്ങി.
സ്മരണ മാത്രയിൽ തന്നെ സന്നിഹിതമാവുക എന്നത് സുദർശന ചക്രത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ആസുരവർഗത്തിന്റെ ഉള്ളിലെ, അവരുടെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരത്തെ നശിപ്പിക്കുന്നതാണ് ഈ സുദർശന ചക്രം. അതിൽ പേരെടുത്ത മഹത്തായ ആയുധമാണ് സുദർശന ചക്രം. ഭഗവാൻ അത് ഉള്ളിൽ സ്മരിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ കൈകളിലേക്ക് സുദർശന ചക്രം എത്തുകയും ചെയ്തു. പിന്നെ ഹിരണ്യാക്ഷൻ കാണുന്നത് സുദർശന ചക്രം ഏന്തി നിൽക്കുന്ന, തൃക്കൈയിൽ ഏന്തി നിൽക്കുന്ന ഭഗവാനെയാണ്.